കാഞ്ഞങ്ങാട് ഹോസ്ദുർ താലൂക്ക് ബി.ഡി. തൊഴിലാളി ലേബർ യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. പോസ്റ്റ് ഓഫീസ് മാർച്ച് സിന്ദാബാദ്, പോസ്റ്റ് ഓഫീസ് മാർച്ച് സിന്ദാബാദ്, നിർത്തിവെച്ച സ്കോളർഷിപ്പ്, നിർത്തിവെച്ച സ്കോളർഷിപ്പ് പഴയതുപോലെ ഉടൻ അനുവദിക്കുക, പഴയതുപോലെ ഉടൻ അനുവദിക്കുക. നിരവധി നിരവധി പോരാട്ടങ്ങളിൽ, നിരവധി നിരവധി പോരാട്ടങ്ങളിൽ നേടിയെടുത്തോരവകാശങ്ങൾ, നേടിയെടുത്തോരവകാശങ്ങൾ അധികാരത്തിൻ ശക്തി കൊണ്ട്, അധികാരത്തിൻ ശക്തി കൊണ്ട് ഇല്ലാതാക്കാൻ നോക്കേണ്ട, ഇല്ലാതാക്കാൻ നോക്കേണ്ട. രാവും പകലും പണി ചെയ്ത്, രാവും പകലും പണി ചെയ്ത് പട്ടിണി മാത്രം കൈമുതലായ, തൊഴിലാളികളുടെ രക്ഷയ്ക്കായി, തൊഴിലാളികളുടെ ഉൽപ്പന്നത്തിന് ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന ഭരണക്കാരെ, വിടില്ല ഞങ്ങൾ സൂക്ഷിച്ചോ. പോസ്റ്റ് ഓഫീസ് മാർച്ച് സിന്ദാബാദ്, പോസ്റ്റ് ഓഫീസ് മാർച്ച് സിന്ദാബാദ്. ബി.ഡി. തൊഴിലാളികളുടെ കുട്ടികൾക്ക് ലഭിച്ചുവന്ന വിദ്യാഭ്യാസാനുകൂല്യം നിർത്തൽ ചെയ്ത കേന്ദ്ര ഗവൺമെന്റ് നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. മാർച്ചിൽ നിരവധി ബി.ഡി. തൊഴിലാളികൾ സംബന്ധിച്ചു. മാർച്ച് A.K. നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ആ തുകയൊന്നും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ കഴിയാത്തതാണ്. അത് തൊഴിലാളികളെ ക്ഷേമത്തിന് വേണ്ടി മാത്രമേ വിനിയോഗിക്കാൻ വേണ്ടി സാധിക്കൂ. എന്തിനു വേണ്ടിയാണ് ഈ ആനുകൂല്യങ്ങൾ നൃത്തം ചെയ്യുന്നത്? കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ അടിസ്ഥാനത്തിൽ 8ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം അവകാശമാക്കി നിയമം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് ഇതിന്റെ പിന്നാമ്പുറം അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്നു. ഏതോ കാലത്ത് 8ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം സൗജന്യമാക്കാനുള്ള നിയമം കൊണ്ടുവരാൻ പോകുന്നു എന്ന കാരണത്താൽ ഈ പാവപ്പെട്ട വീട്ടു തൊഴിലാളികൾക്ക് അവരുടെ കൂലി വിഹിതമടക്കം കേന്ദ്ര ഗവൺമെന്റ് സമാഹരിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഈ സേവനത്തിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള സ്കോളർഷിപ്പ് 1ാം ക്ലാസ് മുതൽ യൂണിഫോം അടക്കം 8ാം ക്ലാസ് വരെ മാത്രമല്ല പ്രൊഫഷണൽ കോഴ്സിനടക്കം എഞ്ചിനീയറിംഗ് മെഡിക്കൽ കോഴ്സുകൾക്ക് പരിമിതമായ നിശ്ചിത തുക എഞ്ചിനീയറിംഗും മെഡിസിനും പഠിക്കുന്ന വീട് തൊഴിലാളികള് മക്കൾക്ക് ലഭിക്കുന്നുണ്ട്. ശാന്തകുമാരി അധ്യക്ഷത വഹിച്ചു. DV അമ്പാടി, ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. P. നാരായണൻ സ്വാഗതം പറഞ്ഞു.